ഹായ്, ഷജീർ കളരിക്കൽ. കഴിഞ്ഞ വീഡിയോയിൽ വ്യായാമം എന്തിന് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മുന്നുണ്ടാകുന്ന തടസ്സം ഇതിന് എവിടുന്നു സമയം എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് ജോലികൾ, അതിനിടയിൽ ഇവിടെ ഇതിന് സമയം കണ്ടെത്താൻ സാധിക്കുന്നു. ചില പറയുന്നത് തൻ്റെ ഓഫീസിൽ, തൻ്റെ സ്ഥാപനത്തിൽ, തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് തിരക്കാണ്, അതിലിടയ്ക്ക് ഇവിടെ സമയം എന്നുള്ള രീതിയിൽ. നമുക്കറിയാം, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ 24 മണിക്കൂറാണ് നമുക്കൊരു ദിവസം നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഒരു കുട്ടിക്കാലത്തെ സാഹചര്യമായി എടുത്ത് പരിശോധിച്ചാൽ എന്താണ് അവസ്ഥ? നമുക്ക് ഒട്ടും നമുക്ക് സമയം കിട്ടാത്തൊരവസ്ഥ ആയിരിക്കാം ഒരുപക്ഷെ അന്ന്. ഇന്ന് നമ്മുടെ ഈ ഒരു സാങ്കേതികമായിട്ടുള്ള പുരോഗമനം, ആ പുരോഗമനം നമുക്ക് എല്ലാം എളുപ്പമാക്കി തരുന്ന ഒരു കാലം. നേരത്തെ നമ്മൾ അലക്കി ഇരുന്നവരാണെങ്കിൽ ഇന്ന് നമുക്കതൊരു മിഷൻ സംവിധാനത്തിലൂടെ കഴിയുന്നു. നേരത്തെയൊക്കെ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു യാത്ര നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു ബസ് നമുക്ക് കയറേണ്ട ഒരു ഇടം നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ നടക്കണം. നടന്നെത്തിയാൽ തന്നെ നമുക്കറിയാം ഒരു മണിക്കൂർ ഇടവിട്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് പോകുവാനുള്ള യാത്രാ സൗകര്യം. ഇങ്ങനെ ജീവിതത്തിൽ ഓരോന്നെടുത്ത് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഈ പോക്ക് വരവുകൾ, ഇങ്ങനെ ഓരോ സംവിധാനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് നമുക്ക് മാറി. ഇന്ന് നമുക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ, ഇന്ന് നമുക്ക് പെട്ടെന്ന് വിവരങ്ങൾ കൈമാറാൻ ഫോൺ, ഇങ്ങനെ ഒരുപാട് സംവിധാനത്തിലേക്ക് വന്നു. നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നില്ല. നമ്മുടെ മക്കൾ നമുക്കറിയാം ഈ നേരത്തെ ഉള്ളതുപോലെയല്ല. ഇന്ന് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ ഇന്ന് വാഹന സൗകര്യം സ്കൂളുകളിൽ, ഈ രീതിയിലൊക്കെ നമ്മൾ വളരെയേറെ നമ്മൾ പുരോഗമനത്തിലേക്ക് എത്തി. ഒരുപാട് സമയം സത്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ സമയനിഷ്ഠമായി കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് സമയം ഇല്ലാതെ പോകുന്നുള്ളത് എന്ന് മനസ്സിലാക്കണം. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമുക്ക് സമയം കൂടുതൽ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗം. ഇത് പലപ്പോഴും നമ്മുടെ സമയക്കുറവിന് കാരണമാകുന്നുണ്ട്. നമുക്ക് സമയം ലാഭിക്കാൻ നമുക്ക് ലഭിച്ച ഒന്നാണ് ഫോൺ. നേരത്തെ നമ്മൾ നേരിട്ടൊരു കാര്യങ്ങൾ അറിയേണ്ടതെന്ന് മെസ്സേജ് അയക്കുന്നു. കുടുംബ സന്ദർശനം നമ്മൾ കുറയുന്നു, കാരണം കുടുംബം എല്ലാം ഗ്രൂപ്പുകൾ സജീവമാണ്. അതുകൊണ്ട് ഫോൺ ഉപയോഗം എന്ന് ഞാൻ എടുത്തു പറയാനുണ്ടായ കാരണം, നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ലാഭിക്കണമെന്ന് നേരത്തെ നമ്മൾ ഉറങ്ങിത്തുടങ്ങണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു ടിപ്സ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി നോക്കുക. ഞാൻ പറയുന്ന ഈ ടിപ്സ് മാക്സിമം ഒരു 10 മണി ആകുമ്പോഴേക്ക് നമ്മൾ രാത്രിയിൽ ഒന്ന് ഉറങ്ങാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോയാൽ 10 മണിക്ക് ഉറങ്ങുന്ന നമുക്ക് പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കും. അത് നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ ഉറക്കം ലഭിക്കണമെങ്കിൽ നേരത്തെ നമ്മൾ ഭക്ഷണം കഴിച്ച് അതിന് ഒരുങ്ങുക എന്നുള്ളതാണ്. കഴിയുന്നത് 8 മണിക്ക് മുമ്പായി നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങാൻ നിങ്ങൾ തയ്യാറാവുന്ന തരത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നതിലൂടെ ലഭിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സമയമാണ്. പുലർച്ചെ 4 മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് പ്രഭാത നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ രീതിയിൽ പലപ്പോഴും നമ്മൾ വൈകി എഴുന്നേൽക്കേണ്ടി വരുന്നത് വൈകി ഉറങ്ങുന്നത് കൊണ്ടാണ്. ആ ഉറക്കം കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് എന്താ? നമ്മുടെ കുട്ടികൾ ഒരുപക്ഷെ മദ്രസയിലേക്കോ ട്യൂഷൻ സെന്ററിലേക്കോ രാവിലെ എഴുന്നേറ്റ് പോകേണ്ടവരായിരിക്കാം. എഴുന്നേറ്റ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം അവർക്ക് ഒന്ന് തയ്യാറാകണമെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും അവർക്ക് ആവശ്യമുണ്ടാവും. സാധാരണ ഒരു മണിക്കൂറാണ് റിലാക്സ് ആയിട്ട് ചെയ്യാൻ, എന്നാൽ ഒരു 30 മിനിറ്റെങ്കിലും ആവശ്യം നമ്മുടെ മക്കൾക്കുണ്ടാകും. എന്നാൽ ഒരു 6:15 6 മണിക്കോ ട്യൂഷൻ സെന്ററോ മദ്രസയിൽ എത്തേണ്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഴുന്നേൽക്കാൻ 5:30 മണിയാകുമ്പോൾ പിന്നീട് എന്താക്കണം? നമുക്ക് നമ്മുടെ കുട്ടികളെ ഉണർത്തി എഴുന്നേൽപ്പിക്കണം. ഈ കുട്ടികളെ ഉണർത്തി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താക്കുക? നിരന്തരമായി വളരെ ദേഷ്യത്തോടു കൂടി, വളരെ വാശിയോട് കൂടിയിട്ടാണ് നമ്മൾ കുട്ടിയോട് പെരുമാറുക. ആ കുട്ടിയോ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന സ്വന്തം മാതാവ് വളരെയേറെ ദേഷ്യത്തോടു കൂടി പെരുമാറുന്നത്. അതോടുകൂടി ആ കുട്ടിയുടെ മൈൻഡ് നശിച്ചു, നമ്മുടെ മൈൻഡ് നശിക്കുന്നു. കുട്ടി മദ്രസയിലേക്ക് മൂഡ് ഓഫ് ആയി പോകുന്നു, തിരിച്ച് നമ്മളും ആ രീതിയിലാകുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ രാവിലെ തന്നെ എടുത്തു നോക്കുന്നത് ഫോണാണ്. തലേന്ന് രാത്രിയിൽ ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടാവും. നമുക്കറിയാം, നമ്മുടെ ഫോണുകളിൽ നിന്ന് ഒരുപാട് ഗ്രൂപ്പുകളാണ്. റെസിഡൻസി ഗ്രൂപ്പുകൾ, കുടുംബശ്രീ ഗ്രൂപ്പ്, നമ്മുടെ കൂട്ടായ്മകൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ്, ഫാമിലി, ഉപ്പൻ്റെത് ഉമ്മൻ്റെത്, അതുപോലെ അയൽവക്ക ഗ്രൂപ്പ്, ഇങ്ങനെ തുടങ്ങുന്ന 100 കൂട്ടം ഗ്രൂപ്പുകളാണെന്ന്. ആ ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ ഇടപെടാനോ മറുപടി നൽകാൻ നിൽക്കുന്നതാണ് നമ്മുടെ സമയം പോകുന്നത്. അതിൽ ആവശ്യമുള്ളത് ഏത്, അത്യാവശ്യമുള്ളത് ഏത് എന്നൊരു പരിഗണനാ ലിസ്റ്റ് ക്രമപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആ സോഷ്യൽ മീഡിയയിലും ഫോൺ ഉപയോഗത്തിലും ഒരു സമയം കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങൾ വെളുപ്പിന് എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് ഒരുപക്ഷെ ട്യൂഷൻ സെന്ററിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് ലഭിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അതിന് ശേഷം നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള ജോലിയിൽ നിങ്ങൾ ഏർപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് സമയം ലാഭിക്കാൻ സാധിക്കും. സാധാരണ രീതി നമുക്ക് നേരത്തെ ഉള്ളതുപോലല്ല. നമ്മുടെ ഭക്ഷണ ക്രമീകരണം പോലും മാറി. നമുക്കറിയാം,
നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. എന്നിട്ടും നമ്മൾ സമയമില്ല എന്ന് പറയുന്നത് ഈ സമയനിഷ്ഠമായിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നിടത്താണ്. കാരണം ഈ ഫോണിലേക്ക് നമ്മൾ പോകുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്, സമയം പോകുന്നത് അറിയുന്നില്ല. അതോടൊപ്പം തന്നെ ജോലിയിൽ സകല ആളുകളും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കമ്പനിയിലാവട്ടെ, ഓഫീസിലാവട്ടെ, നമ്മുടെ വീട്ടു ജോലിയിൽ സ്ത്രീകളാകട്ടെ. കാരണം വീഡിയോ കോൾ ഓണാക്കി വെക്കുകയോ അതല്ല മറ്റൊരു കോള് ഈ ലൗഡ് സ്പീക്കറിൽ വെക്കുകയോ അതല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തുകൊണ്ട് നമ്മൾ അശ്രദ്ധരായതുകൊണ്ടാണ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം നിങ്ങളുടെ നേരത്തെ ഉള്ളതുപോലെ ആണോ നിങ്ങളുടെ വീടുകളിൽ ജോലികൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക? അല്ല, നിങ്ങൾ അശ്രദ്ധരാണ്. പക്ഷെ നേരത്തെ നിങ്ങൾക്ക് അറിയാം ഇന്ന സാധനം എവിടെ വെച്ച്, അതായത് ഇപ്പോൾ ഒരു അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഉപ്പ് ഇവിടെ വെച്ച്, പഞ്ചസാര ഇവിടെ വെച്ച് അറിയാം. അവരുടെ കണ്ണ് കെട്ടിട്ട് കൊണ്ടുപോയി കിച്ചണിൽ കൊണ്ടുപോയി വെച്ചാലും അവർ എടുത്തു തരും. അതേ രീതിയിൽ സിസ്റ്റം വർക്ക് ചെയ്യാണ്. നമ്മുടെ ചിന്ത, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഫോണിൽ. ഈ സമയത്ത് ഞങ്ങൾ ഷെൽഫ് എടുക്കുന്നു, അത് നമ്മൾ ഉപ്പെടുക്കുന്നു. പക്ഷെ കാലത്ത് കുട്ടി ഉപ്പിന് പകരം അവിടെ പഞ്ചസാരയാണ് കൊണ്ടുവച്ചതെങ്കിൽ നമ്മൾ കറിയിലിടുന്നത് പഞ്ചസാരയായിരിക്കാം. അരിക്ക് പകരം ആട്ടയാണ് കുട്ടിയോടെ കൊണ്ടുവച്ചതെങ്കിൽ ഒരു പക്ഷെ നമ്മൾ തിന്നാൻ പോകുന്നത് ആട്ടയിൽ വേവിച്ച ചോറായിരിക്കും. കാരണം നമ്മൾ അശ്രദ്ധരാണ്. ഇതെല്ലാ വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളെല്ലാ ഗ്രൂപ്പുകളും ഇടപെടും, നമ്മളെല്ലാ മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുക്കും. വേണം, നമുക്ക് അത്യാവശ്യമായി വന്ന മെസ്സേജ് ആണെങ്കിൽ നമ്മൾ അത് റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ വിളിച്ച് നമ്മെ കാര്യങ്ങൾ അറിയിക്കും. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലോ ഫോണുകളിലും നമ്മൾ നോക്കുന്ന ഇടപെടലിലോ നമ്മളൊരു ക്രമീകരണം വരുത്തിയാൽ ഒരുപാട് സമയം പ്രിയപ്പെട്ടവരെ കിട്ടും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു സമയനിഷ്ഠമായ കാര്യങ്ങൾ ചെയ്യാവുന്നുള്ളത്. ഒന്നും നമ്മൾ നാളേക്ക് വെക്കരുത്. നാളെ ചെയ്യാം എന്ന് കരുതുമ്പോൾ നാളത്തെ സാഹചര്യം മാറും. ചിലപ്പോൾ ഹോസ്പിറ്റലുകൾ, ചിലപ്പോൾ മരണങ്ങൾ, ചിലപ്പോൾ നമുക്ക് വിരുന്നുകാർ, ഇതൊക്കെ എത്തുമ്പോൾ അത് അവിടെ എന്താവാണ്, വെയിറ്റ് ലിസ്റ്റിലേക്ക് പോവുകയാണ്. ഇതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ തീരുമാനമെടുത്താൽ അത് ഇന്ന് തന്നെ ചെയ്തു തീർക്കുന്ന സമയനിഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയങ്ങൾ കണ്ടെത്താൻ സാധിക്കും. സഹോദരിമാരാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റൂ, നിങ്ങൾ കുട്ടികളെല്ലാം സ്കൂളിൽ പോയതിനു ശേഷം രാവിലെ 10 മണിന് ശേഷമുള്ള സമയം നിങ്ങൾക്ക് വർക്കൗട്ടിനോ ജിമ്മിൽ പോയിട്ടോ വീട്ടിൽ നിന്ന് ചെയ്യാനോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പുരുഷന്മാരാണെങ്കിൽ അത് രാവിലെ തിരഞ്ഞെടുക്കാം. കാരണം നിങ്ങൾ വളരെ വൈകി ഉറങ്ങുന്നത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ വൈകിയാണ് എഴുന്നേൽക്കുന്നത്. നേരത്തെ ഉറങ്ങിയാൽ നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് രാവിലെ ഒരുപാട് സമയം കിട്ടിയെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നിത്യവ്യായാമത്തിൽ ഏർപ്പെടുന്ന സമയം തിരഞ്ഞെടുക്കേണ്ടത് രാവിലെ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ വളരെ ഫ്രഷ് മൈൻഡിലൂടെയാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക. അത് നമുക്ക് ഒരുപാട് നമുക്ക് ശാരീരികമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് റിസൾട്ട് ആ രാവിലത്തെ ക്ലൈമറ്റാണ് ലഭിക്കുക. അതുമാത്രം അത് വൈകിട്ടിലേക്കോ അല്ലെങ്കിൽ രാത്രിയിലേക്കോ നമ്മൾ മാറ്റി വെക്കുമ്പോൾ അന്നത്തെ ജീവിതത്തിലുണ്ടായ ഒരുപാട് തിരക്കും ചിന്തയോട് കൂടിയിട്ടും നമ്മുടെ ആകെ ക്ഷീണിതരായ കൊണ്ടാണ് നമ്മൾ ഈ വർക്കൗട്ടിനെ സമീപിക്കുക, ഈ വ്യായാമത്തെ നമ്മൾ സമീപിക്കുക. അത് ഒട്ടും നമുക്ക് നമ്മുടെ മൈൻഡ് റിലാക്സ് അല്ല, നമ്മുടെ ശരീരം ക്ഷീണിതമാണ്. ഈ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് നേടാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ നിത്യവ്യായാമത്തിന് സമയം തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് അതിരാവിലെ തന്നെ തിരഞ്ഞെടുക്കണതാണ് ഏറ്റവും ഉചിതം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ സമയനിഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഈ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പുകളൊക്കെ എനിക്ക് തോന്നുന്നത് അത് ഗുണത്തെക്കാൾ ഏറെ ദോഷമുണ്ടാക്കുന്ന ഒന്നാണ്. അതും അത്തരം ഗ്രൂപ്പുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. കാരണം നിലവിൽ അതിലേക്കാണ് കൂടുതൽ എൻഗേജ് ആവുന്നത്. പിന്നെ അതിലും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പരിപാടികൾ, അതുമായിട്ടുണ്ടാകുന്ന ചില ചെറിയ പ്രശ്നങ്ങൾ, അതിലുണ്ടാകുന്ന ടെൻഷനുകൾ, അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, പലപ്പോഴും പല ഈ വീടുകളിലും ഈ അസ്വസ്ഥതകൾ ഉടലെടുത്തതിൻ്റെ ഒരു കാരണങ്ങൾ കാണാൻ സാധിക്കുന്നു. കാരണം കുട്ടികൾ ഇട്ടുവെച്ച് ഭർത്താവില്ലാണ്ട് ഇത്തരത്തിലുള്ള ഔട്ടിങ് വരെ പ്ലാനിങ് ചെയ്യുമ്പോൾ പിന്നീട് ആ ടെൻഷൻ, ആ പ്രശ്നങ്ങൾ, ആ തർക്കങ്ങൾ അത് പരിഹരിക്കുക. അപ്പോൾ നമുക്ക് അപകടം ഉണ്ടാകുമെന്ന് തോന്നുന്നത് നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അവരുടെ ബന്ധങ്ങൾ വേണ്ട എന്നുള്ളതല്ല, കോൺടാക്ട് നമ്പർ വെച്ചോളൂ, അത്യാവശ്യങ്ങൾ വിളിച്ചോളൂ, ഫംഗ്ഷന് വിളിച്ചോളൂ, നിങ്ങൾ അവരുടെ ഫംഗ്ഷനുകൾ പങ്കെടുക്കണം, ഫാമിലിയായിട്ട് പോകുക ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലുണ്ടാകുന്ന അപകടങ്ങളാണോ അതല്ലെങ്കിൽ അതിന് ഗുണങ്ങളാണോ എന്ന് മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാവണം. അപ്പോൾ എപ്പോഴും ആ രീതിയിൽ. അതോടൊപ്പം തന്നെ നമുക്കറിയാം കുടുംബത്തിൽ ഒരുപാട് ഗ്രൂപ്പുകൾ എന്നതിനുപരി അതും ക്രമീകരിക്കുക. ഒരുപാട് സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, അത് മാറ്റിക്കൊണ്ട് നമ്മൾ ഗ്രൂപ്പുകൾ ക്രമീകരിച്ചു കൊണ്ടുവരാം. പക്ഷേ അത്യാവശ്യം ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് റെസിഡൻസി ഗ്രൂപ്പ് നമുക്ക് അനിവാര്യമാണ്, കുടുംബശ്രീ നമുക്ക് അനിവാര്യമാണ്, PTA കമ്മിറ്റിന് അനിവാര്യമാണ്, മദ്രസ ഗ്രൂപ്പ് നമുക്ക് അനിവാര്യമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള ഗ്രൂപ്പുകളാണ്. ആ രീതിയിലേക്ക് ക്രമപ്പെടുത്തിക്കൊണ്ട് ഫോണിന്റെ ഉപയോഗത്തിൽ നമ്മൾ നിയന്ത്രിതമാകേണ്ടതുണ്ട്. എന്നാലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഒരു യൂട്യൂബിൽ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ പിന്നെ അത് അങ്ങനെ സെർച്ച് ചെയ്ത് വിവിധ ആളുകൾ വീഡിയോ കണ്ടുപോകുന്നു, സ്വാഭാവികമാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏത്, ആവശ്യമില്ലാത്ത എന്നൊരു കാര്യം ക്രമപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുക. അതോടൊപ്പം രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് പലവർക്കും ഉള്ളതാണ് നമ്മുടെ ഫോൺ എടുത്തുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്ത് ഓരോന്ന് കാണല്. അത് ശാരീരികമായിട്ട് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഈ പറഞ്ഞ പലതിനും നമുക്ക് തടസ്സമാവുകയാണ്, നമ്മൾ ഉറക്കം വൈകുകയാണ്. പലപ്പോഴും പലരുടെ ഉറക്കം വൈകാൻ കാരണമാകുന്നത് ആ രീതിയിലാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു, സമയനിഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുക. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഈ ഫോണിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു, അതിൽ നമ്മൾ ക്രമീകരിക്കുക, നിയന്ത്രിക്കുക. വീണ്ടും നമുക്ക് കാണാം. പ്രേക്ഷകർക്ക് നന്ദി. ബൈ.